ഹായ്! വെൽക്കം ടു നമ്മുടെ ചാനൽ. അപ്പോൾ നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ രാവിലെ ദേ എണീച്ച് നമ്മുടെ കുറുക്കനുണ്ണിക്ക് നല്ല ഉറക്കമാണ്. എന്നിട്ട് എണീച്ച് നേരെ അടുക്കളയിലേക്ക് എത്തി. ഇനി അടുത്തത് എൻ്റെ പോക്കാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ എണീച്ച് കഴിഞ്ഞാൽ കുറച്ച് നേരം പിടിക്കും. നമ്മുടെ കാലൊക്കെ ഒന്ന് തറയിൽ വെച്ച് ഒന്ന് കാലിൻ്റെ വേദനയൊക്കെ സെറ്റാവാൻ. രാവിലെ എണീച്ച ശേഷം അന്നേട്ടൻ്റെ കാലിൻ്റെ വിരലുകളൊക്കെ ഒന്ന് പൊട്ടിച്ച് കാലൊക്കെ ഒന്ന് മസിലിനവിടൊക്കെ അമർത്തി പുറം തണ്ടലൊക്കെ ഒന്ന് അമർത്തിയതിന് ശേഷമാണ് ഈ ഒരു വണ്ടി സ്റ്റാർട്ട് ആവുള്ളൂ കേട്ടോ. വയ്യ, തീരെ വയ്യ. ഇപ്പോഴാണ് ഈ കഫക്കെട്ട് കൂടിയപ്പോൾ തീരെ വയ്യാണ്ടായി. അങ്ങനെ രാവിലെ എണീച്ച് വന്നപ്പോഴാണ് നമ്മുടെ ഗ്യാസ് അടുപ്പ് പണി തന്നൂന്ന് പറഞ്ഞ്. ഇന്നും ശരിയാക്കാൻ പറ്റിയില്ല കേട്ടോ. ഇനി നാളേക്കും 8ൻ്റെ പണി തന്നെയാണ്. അടുപ്പ് ഇങ്ങനെ തീ കറക്റ്റ് അല്ല കത്തണം കേട്ടോ. അപ്പം നിങ്ങൾക്ക് പുതിയ അടുക്കള കുറേ കാശ് ചെലവാക്കി നിങ്ങൾ പണിതിട്ടുള്ളൂ. അനാവശ്യമായിട്ട് പണിതിട്ടില്ല. നിങ്ങളത് ഉപയോഗിക്കുന്നുണ്ടോ വെച്ചാൽ, നമ്മൾ പണിതിട്ട് ഒരാഴ്ച ആകുമ്പോഴേക്കും നമ്മുടെ ആ സിങ്കിൻ്റെ പൈപ്പ് പൊട്ടി. അപ്പം അതിൻ്റെ പൈപ്പ് കിട്ടാനില്ല. അതിന് വേണ്ടി അന്വേഷിച്ച് നടക്കണം. ആ പൈപ്പൊക്കെ ശരിയായി നമ്മൾ അടുക്കള യൂസ് ചെയ്യാൻ തുടങ്ങും കേട്ടോ. അതില്ലാത്തോണ്ടാണ് നമ്മൾ ആ അടുക്കള യൂസ് ചെയ്തതെന്ന് വെച്ചാൽ, അവിടെ വൃത്തികേടായി കഴിഞ്ഞാൽ അവിടുന്ന് ഇവിടുന്ന് വെള്ളം എടുത്തോണ്ട് അവിടെ ക്ലീൻ ആക്കേണ്ട ഒരു അവസ്ഥയാണ്. അതുകൊണ്ടാണ്. ഇതറിയാണ്ട് കുറേ ആൾക്കാർ കമന്റ് ഇടുന്നുണ്ട്. നിങ്ങൾക്ക് ഒരു റൂം റെഡിയാക്കി ഞങ്ങളെ റൂമുകളൊക്കെ എല്ലാതും ഒരേപോലെ തന്നെയാണ്. ഒന്നും അങ്ങനെ വൃത്തികേടായിട്ട് കിടക്കുന്ന റൂമുകളൊന്നുമില്ല. അങ്ങനെ രാവിലെ എണീച്ചു ദേ ഞാൻ അനിയേട്ടൻ ചോറ് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. ഞാൻ ചോറ് തിളപ്പിച്ചിട്ടല്ല തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. ഇന്നലെ രാത്രി ആകുമ്പോൾ വേവിച്ച് തിളപ്പിച്ച് ഇറക്കി വെച്ചിട്ടുണ്ടായിരുന്നു ട്ടാ. പിന്നെ രാവിലെ ഞാൻ പരിപ്പ് വെച്ച് അനിയൻ്റെ കണ്ടപ്പോൾ ജസ്റ്റ് ഒന്ന് തലോണ്ട് അനിയൻ്റെ മേത്തൊന്ന് മുട്ടിയിട്ട്. ഇത് കാണുമ്പോൾ പലോർക്കും നിങ്ങൾ വയസ്സാം കാലത്ത് ഇങ്ങനെയാണ് അത് പലോർക്കും തോന്നും. അത് നിങ്ങളെ വേറെ കണ്ണുകളിലൂടെ കാണുന്നതിൻ്റെ പ്രശ്നമാണ്. നിങ്ങളെ ആ ഒരു തല ചായ്ക്കുന്നത് എന്തുകൊണ്ടാണെന്ന് നിങ്ങളുടെ മനസ്സിൽ ഒരുപാട് ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും കാര്യങ്ങളും. അപ്പോൾ നിങ്ങളുടെ സന്തോഷം, നിങ്ങളുടെ മനസ്സ്, നിങ്ങളുടെ ഹാപ്പിനെസ് നിങ്ങൾ എങ്ങനെയാണ് പ്രകടിപ്പിക്കാറ്? മനസ്സിലായോ? പലർക്കും ഞങ്ങൾ കെട്ടിപ്പിടിക്കലും ഉമ്മവയ്ക്കുമ്പോൾ അത് വൃത്തികേടായിട്ട് തോന്നും. പക്ഷേ വൃത്തികേടായിട്ടുള്ള സ്നേഹമുണ്ടല്ലോ, അത് നിങ്ങൾക്ക് അറിയാഞ്ഞിട്ട് അത് അല്പനേരത്തിനുള്ള ഇഷ്ടമായിരിക്കും. അത് അതിൻ്റേതായ ആവശ്യങ്ങൾ കഴിയുമ്പോൾ ആ ഇഷ്ടം അങ്ങോട്ട് അതിൻ്റെ ഒപ്പം തന്നെ പോകും. പക്ഷേ ഇത് എപ്പോഴും നമ്മളിങ്ങനെ തൊട്ടും കെട്ടിപ്പിടിച്ചും ഉമ്മവെച്ച് നടക്കുന്നതിൻ്റെ ഇഷ്ടം അതങ്ങനെ വേറെ നെഗറ്റീവ് കണ്ണുകളിലൂടെ കാണാണ്ട് നല്ല കണ്ണുകളിലൂടെ ആണ്. ഞങ്ങളുടെ ഹാപ്പിനെസ് അതാണ്, ഞങ്ങളുടെ സന്തോഷം അതാണ്. എനിക്ക് എപ്പോഴും അനിയൻ്റെ തൊട്ടും അനിയൻ്റെ ഉമ്മ വെച്ചും അനിയൻ്റെ കൂടെ ഇങ്ങനെ നടക്കാനാണ് എൻ്റെ ലൈഫിൽ ഏറ്റവും ആഗ്രഹം. എന്നുവെച്ചാൽ ഒരുപാട് നാള് 15 വയസ്സിൽ ഞാൻ കല്യാണം കഴിഞ്ഞപ്പോൾ ഒരുപാട് ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട് എൻ്റെ അനുവേട്ടൻ എൻ്റെ കൂടെ ഉണ്ടാവണം. ഒരുപാട് നിമിഷങ്ങൾ ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട്. പക്ഷെ അതൊന്നും എനിക്ക് എൻ്റെ അനുവേട്ടൻ കൂടെ ഉണ്ടായിരുന്നില്ല. ആ 15 വയസ്സിൽ 41 ദിവസമായപ്പോൾ അനുവേട്ടൻ ഗൾഫിലേക്ക് തിരിച്ചു പോയി. അന്ന് അവിടുന്ന് അങ്ങോട്ട് പിന്നെ തറവാട്ട് വീട്ടിലെ കൂട്ടുകുടുംബത്തിൽ എല്ലാവരും കൂടെ പണിയും അങ്ങനത്തെ ഒരു ജീവിതം. അല്ലാണ്ട് ഭർത്താവായിട്ടുള്ളൊരു ജീവിതവും സന്തോഷവും സുഖങ്ങളും ഒന്നുമില്ലാണ്ട് കുറേ വർഷങ്ങൾ ഞങ്ങളുടെ ജീവിതം അങ്ങനെ ആയിരുന്നു. ഇപ്പോൾ ഒരു 5, 10 വർഷമായിട്ടുള്ളൂ ഞങ്ങൾ ഒരുമിച്ച് നിൽക്കാൻ തുടങ്ങിയിട്ട്. അപ്പം ഞങ്ങളുടെ ഈ സന്തോഷം അന്ന് പോയി ഞങ്ങൾ നഷ്ടപ്പെട്ടു പോയ ഞങ്ങളുടെ ഒരുപാട് ജീവിതങ്ങളുണ്ട്. അതറിയണമെങ്കിലേ അത് നല്ലൊരു ഭാര്യയാവണം. ഒരു പ്രവാസിയുടെ ഭാര്യയാവണം. എന്നാലാ നിങ്ങളോട് പറഞ്ഞത് മനസ്സിലാവുള്ളൂ. ഈ നെഗറ്റീവ് എന്നോട് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. എന്നാലും ഞാൻ വെറുതെ പറഞ്ഞൂന്ന് മാത്രം. അപ്പം നമ്മുടെ തൃശ്ശൂർക്കാരുടെ സ്വന്തം പരിപ്പൂത്തി കാച്ചിയതാണ് ട്ടാ. അപ്പൊ പലരും പലതരത്തിലാണ് പരിപ്പ് കുത്തി കാച്ചുക. അപ്പൊ എൻ്റെ ഒരു രീതി എന്ന് പറഞ്ഞാൽ ഞാൻ തക്കാളി ഇടും ട്ടോ. പരിപ്പ് വേവിക്കുമ്പോൾ ഒരു നുള്ള് മഞ്ഞപ്പൊടിയും ഉപ്പും തക്കാളിയും ഒരെണ്ണം ഇടും ട്ടോ. തെറ്റാണെങ്കിൽ ഒരു പച്ചമുളകും ചീന്തിയിടും. ചുവന്നുള്ളി മാത്രം ഞാൻ കാച്ചിയതിൽ ഇടാറുള്ളൂ ട്ടോ. അങ്ങനെ കാച്ചി കുത്തിയവിടെ കൂടി കാച്ചി കൂട്ടിയ പരിപ്പ് കുത്തി കാച്ചിയതാണ് ആ കാണുന്നത് ട്ടോ. അപ്പൊ അത് വേറൊരു പാത്രത്തിലേക്ക് പകർത്തുന്ന നേരം കൊണ്ട് അപ്പുറത്ത് നമ്മൾ രാത്രി വരുമ്പോൾ ചീര മേടിച്ചു കൊണ്ടുവന്നായിരുന്നു. അപ്പൊ അത് അരിഞ്ഞ് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് കറി വെക്കാൻ നോക്കാം ട്ടോ. പിന്നെ തീ കുറവായ കാരണം രക്ഷ എന്താ വെച്ചാൽ പെട്ടെന്ന് വേവണ കറികളാണ് ഞങ്ങളിന്ന് സെറ്റ് ചെയ്തത് തന്നെ. അങ്ങനെ ഞാൻ ചുവന്നുള്ളിയും പച്ചമുളകൊക്കെ ഇട്ടു. അതിലേക്ക് കുത്തിയ മുളകും മഞ്ഞപ്പൊടി ഒരു നുള്ള് ഇട്ടു. തരി മുളകും പൊടിയൊക്കെ ഇട്ടു. ഉപ്പൊക്കെ ഇട്ടു. പിന്നെ നമ്മുടെ നന്നാക്കി വെച്ച ചീരയും വെച്ചിട്ട് സത്യം പറഞ്ഞാൽ ഇതിൽ നാളികേരം ഇടണം. പക്ഷെ ഞങ്ങളുടെ കയ്യിൽ നാളികേരം ഇല്ല. നാളികേരമൊക്കെ തീർന്നു. അങ്ങനെ നാളികേരം ഇട്ടില്ല കേട്ടോ. നാളികേരം ഇല്ലാത്ത ചീരപ്പേരിയാണ്. എങ്കിലും നല്ലൊരു ടേസ്റ്റ് ഉണ്ടായിരുന്നു അല്ലേ? നല്ല എരിവൊക്കെ ഉള്ള നല്ല ചൊടിയുള്ള ഒരു ചീരപ്പേരി. അത് കഴിയുമ്പോൾ നമ്മൾ കുറച്ച് സോസേജ് വറുത്തു ട്ടോ. അപ്പോൾ സോസേജ് ഇപ്പോൾ കുണുക്കൻ, കുണിക്ക്, കുഞ്ഞ് വേറെ ആർക്കും വേണ്ട ട്ടോ. അച്ചു കഴിക്കില്ല. ഞങ്ങളും അങ്ങനെ കഴിക്കില്ല. അപ്പോൾ അവർക്ക് മൂന്നാൾക്ക് വേണ്ടി കുറച്ച് സോസേജ് വറക്കുന്നുണ്ട്. അങ്ങനെ ചീരയൊക്കെ ഉപ്പേരി വെച്ച് അതൊക്കെ തുടച്ച് ഒരു പാത്രത്തിലാക്കി അത് മാറ്റി വെച്ചു. പിന്നെ നമുക്ക് സ്കൂളിലേക്ക് സ്നാക്സ് കൊണ്ടുപോകണല്ലോ. അപ്പോൾ ഞാൻ
തലേദിവസം ബ്രെഡ് മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്ന് വെച്ചാൽ ഉണ്ണോൾക്ക് സ്നാക്സിൻ്റെ ഒരു കേസാണ്, നല്ലൊരു പണി തന്നെയാണ്. അവർക്ക് എന്താ ഇഷ്ടമാവുകയെന്നൊന്നും അറിയാത്തതിന് നല്ലൊരു പണി തന്നെയാണ്. അപ്പോൾ ഇന്ന് ഇതേ ബ്രെഡ് റോസ്റ്റ് ചെയ്ത് കോഴിമുട്ട കൂടിയിട്ട് ഓംലേറ്റ് ചെയ്തിട്ടാണ് കേട്ടോ ഇന്ന് സെറ്റ് ചെയ്തത്. അപ്പോൾ അധികം സബോള ഒന്നും ഇടാണ്ട് 2 കോഴിമുട്ട എടുത്തു. അതിങ്ങനെ തട്ടുടച്ച് ഒരു തെച്ചി സബോളയും 2 പച്ചമുളക് ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇതിലിങ്ങനെ ചിറ്റിച്ച് കൊടുത്തു. അതിലേക്ക് നമ്മൾ റോസ്റ്റ് ചെയ്ത് വെച്ച ഓരോ ബ്രെഡും അങ്ങനെ ഇറക്കി വെച്ച് കൊടുത്തു കേട്ടോ. ഇനി നമ്മളിത് ഓരോ വശം മൊരിയിപ്പിച്ചെടുക്കുക. ജസ്റ്റ് നടൊന്ന് ഞാൻ കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നിന്ന് മറിച്ചിട്ട് തിരിച്ചു മറിച്ചിട്ടിട്ട് അത് അങ്ങോട്ട് വേവിച്ചെടുത്താൽ നമ്മുടെ കുണുക്കിന് സ്നാക്സ് സെറ്റാണ്. ഇതൊക്കെ നമ്മൾ കുണുക്കിന് വയറ് ഫില്ലാവും. ഒരു രാവിലെ ഒന്നും കഴിക്കാണ്ടല്ലേ പോവുക. അങ്ങനെ നമ്മുടെ ചോറ്റും പാത്രം ഇത്തിരിക്ക് ആക്കണ പരിപാടി ഇരിക്കുകയായിരുന്നു കേട്ടോ. ചടപട എന്നാണ് കാര്യങ്ങൾ. അങ്ങനെ ഈ ചോറ് വെന്തു. അതൊക്കെ കനം കുറച്ചിട്ടാട്ടോ ഞാൻ പരത്തിയിടാണ്. ഒരുപാട് ചോറൊന്നും ഇല്ല. ഇനി കുട്ടികൾ കുറെ കഴിക്കണോണ്ട് കണ്ണിടരുത് എൻ്റെ മക്കളെന്നെ. അങ്ങനെ കുളിക്കുമ്പോൾ കുറച്ച് ചീരപ്പേരി കൂടുതലിടണം. അവൾക്ക് ചീരപ്പേരി ഇഷ്ടാട്ടോ. അങ്ങനെ നമ്മളിത് സോസേജ് വറുത്തത് അത് രണ്ടാൾക്കും ഇഷ്ടം. അപ്പോൾ രണ്ടാൾക്കും സോസേജ് വറുത്ത് വെച്ചു. കുറച്ച് കുഞ്ഞിന് മാറ്റി വെച്ചു കേട്ടോ. പിന്നെ അച്ചുവിന് ചപ്പാത്തിക്ക് ഉണ്ടാക്കിയ മുട്ട ഓംലേറ്റ് ഒരു തുണ്ടേശം ഒരു 3 മുട്ട എടുത്തതിൻ്റെ ഓംലേറ്റ് ഉണ്ടാക്കിയിരുന്നത്. അപ്പോൾ ഒരു തുണ്ടേശം കുറുക്കി വെച്ച് കൊടുത്തിട്ട് കേട്ടോ. എന്ന് വെച്ചാൽ ചിലപ്പോൾ കഴിച്ചാലോ ചിലപ്പോൾ കഴിക്കില്ല, അങ്ങനെ ഒരു ഇതാണ്. പിന്നെ പരിപ്പ് കുത്തി കാച്ചിയത് രണ്ടാൾക്കും ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതും ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുഴപ്പമില്ലാണ്ട് ഒരു ഉച്ചയൂണൊക്കെ സെറ്റാണല്ലേ. ഇങ്ങനെയൊക്കെ പോട്ടെ. എല്ലാവർക്കും ഇത്രയും കറികളൊന്നും ഉണ്ടാവില്ല. എന്നാലും നമ്മളോട് പറ്റുന്ന പോലെയൊക്കെ നമ്മൾ സെറ്റ് ചെയ്ത് കൊടുത്തേക്കുന്നുണ്ട്. ഒരുപാട് വിലപിടിപ്പുള്ള കാര്യമില്ല, തട്ടിമുട്ടിയിട്ടുള്ള കറികളാണെങ്കിലും അവർക്ക് ഇഷ്ടമുള്ളത് നോക്കി നമ്മൾ ഉണ്ടാക്കി കൊടുക്കാൻ ശ്രമിക്കാറുണ്ട്. പിന്നെ നമ്മളത് ഈ സ്നാക്സ് ബോക്സൊക്കെ തുടച്ച് അരിക്കും ബ്രെഡിൻ്റെ ഉള്ളിലേക്ക് ഞാൻ സോസൊക്കെ ഒഴിച്ച് സെറ്റ് ചെയ്തിട്ടൊന്ന് മടക്കി വെച്ചതാണ് കേട്ടോ അത്. പിന്നെ ദേ 2 കഷ്ണം ആപ്പിളും 3 കഷ്ണമൊക്കെ ആപ്പിൾ വെച്ചു. പിന്നെ ഞാൻ വിചാരിച്ചു അത്ര ചിലപ്പോൾ തിന്നില്ലെങ്കിലോ എന്ന് വെച്ചിട്ട് ഓരോ കഷ്ണം ആപ്പിൾ ഇങ്ങനെ എടുത്തു. പിന്നെ കുറച്ച് അനാറും കൂടി ഇട്ടു കേട്ടോ. എന്താ വെച്ചാൽ അവർക്ക് കഴിക്കാൻ നേരമില്ല എന്നാണ്. കഴിക്കാൻ നേരമുണ്ടെങ്കിൽ അവർക്ക് കഴിക്കാൻ പറ്റില്ല. പിന്നെ ആ അനാറും ആപ്പിളും ഞാൻ വേറൊരു ചെറിയ പാത്രത്തിലാക്കി മാറ്റി വെച്ചിട്ടുണ്ട്. കുഞ്ഞിനോട് നമ്മുടെ ഏനിച്ച് വന്നാൽ കഴിച്ചോളൂ കുഞ്ഞാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. കഴിച്ചുണ്ടോ ഇല്ലയെന്ന് ഇനി അവിടെ പോയി അറിയാം. ഞാൻ അവിടെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് ഇങ്ങോട്ട് വരും. പോകുമ്പോൾ അതേപോലെ പാത്രങ്ങൾ ഇരിക്കണം. കോഴിമുട്ട പുഴുങ്ങി വെച്ചിട്ടുണ്ട്. ഇതൊക്കെ ചെയ്തിട്ടുണ്ട്. ഇനി തിന്നിട്ടുണ്ടോ ഇല്ലയെന്ന് വീട്ടിലെത്തിയാൽ മാത്രം അറിയണ കാര്യമായിട്ടാ. നമുക്ക് പറ്റണ ചെറിയ ചെറിയ കാര്യങ്ങൾ, ഒരുപാട് വലിയ കാര്യങ്ങളൊന്നും കുഞ്ഞിന് വേണ്ടിയിട്ട് ചെയ്ത് കൊടുക്കാൻ പറ്റാറില്ല. ഞാൻ പറഞ്ഞില്ലേ പൊന്നൂൻ്റെ വിശേഷം അവിടെ കാലഘട്ടത്തിൽ ഞാൻ വെറുതെ കുത്തിയിരിക്കുന്ന കാലമാണ്. ഇഷ്ടംപോലെ ഉണ്ടാക്കാനും പിടിക്കാനൊക്കെ നേരം. ഇപ്പോൾ കുഞ്ഞിൻ്റെ ഒരു കാര്യം വന്നപ്പോൾ ഒന്നിനും നേരില്ലാത്തൊരു അവസ്ഥയായി. അത് കുഞ്ഞിന് കുളിക്കുന്ന കാര്യം വരുമ്പോൾ അങ്ങനെ തന്നെയാണ് കേട്ടോ. പിന്നെ അതിന് തരി ചോറ് ബാക്കിയുണ്ടെന്ന് അപ്പം എൻ്റെ ഏട്ടനോട് ചോദിച്ചു നമുക്ക് ഒന്ന് ചോറും ഉണ്ടായില്ല. അങ്ങനെ തരി ചോറ് നിങ്ങൾക്ക് നോക്കിയാൽ ആ പാത്രത്തിൻ്റെ വശത്തേക്ക് ചോറ് ഇട്ടും പരിപ്പ് കറി കുറച്ച് കൂടുതലിട്ടു, ചീരപ്പേരി കുറച്ച് കൂടുതലിട്ടു. പിന്നെ തരി മാങ്ങച്ചാറും നാരങ്ങച്ചാറും 2 കോഴിമുട്ട പോയത്. അങ്ങനെ ഞങ്ങൾ ഉച്ചത്തെ ഫുഡ് റെഡി. അപ്പോൾ നമ്മുടെ ചെക്കതേ ഷെഡിട്ട് നിന്നിട്ട് മുമ്പിൽ വെള്ളം ഉണ്ട് കേട്ടോ. എപ്പോഴെങ്കിലുമൊക്കെ ഒന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സഹായിച്ചു തരും. അതാണ് ആശാൻ. ഞാൻ ഒന്ന് സഹായിച്ചാടാ അമ്മേനെ, അമ്മച്ചി വയ്യട ഒറ്റയ്ക്ക് ചെയ്യാൻ. അപ്പോൾ ഓടി വന്ന് വെള്ളമൊക്കെ നിറച്ച് തന്നതാണ് കേട്ടോ. ചില നേരത്തെ വന്നു. അപ്പം ഞാൻ ടവല് വെക്കാൻ മറന്നു അവരെ ലഞ്ച് ബാഗിൽ. അപ്പം ഞാൻ പറഞ്ഞു ഉണ്ണി അതിൻ്റെ ഉള്ളിൽ 2 ടവൽ എടുത്തിട്ട് ഒന്ന് കൊണ്ടുവച്ചപ്പോൾ അതിരുന്ന് തലയാട്ടി മടക്കുന്നതാണ് കാണുന്നത്. അവിടെ അച്ഛനെ ബാത്റൂമിൽ കുളിക്കാൻ പോയപ്പോൾ അച്ഛനെ ഇരുന്ന് കളിയാക്കേണ്ടതാണ് കാണുന്നത് കേട്ടോ. മൂപ്പര് എന്തൊക്കെയോ അച്ഛനെ ഇരുന്ന് മെരട്ടി ഉണ്ടാക്കുന്നുണ്ട് അച്ഛനെ ചെകിട്. ഞങ്ങൾ ചെറിക്കണോണ്ട് ഞാനും കുണുക്കനും ഭയങ്കര ചെറിയത്. അച്ഛനവൾ മാറ്റുന്നുണ്ട് കേട്ടോ. പക്ഷെ വലിയ കാരണമൊന്നുമില്ല. ഇവളേനെ അച്ഛൻ പറയണ കാരണമൊക്കെ അവൾ തിരിച്ച് അച്ഛനോട് പറയുകയാണ്. അതാണ് ഞാനും തലണ്ട് കേട്ടാന്ന് പറഞ്ഞിട്ട് കുണുക്കിനും ഭയങ്കരമായിട്ട് ഇഷ്ടമായിക്കണു. എന്ന് വെച്ചാൽ കുണുക്കിന് ഇങ്ങനെയൊക്കെ പറയാൻ കുറച്ച് പേടിയാ. ദേഷ്യം വന്നതെല്ലാം പറയുന്നില്ലുണ്ട്, അല്ലാത്തപ്പോൾ പറയാൻ കുറച്ച് പേടിയാട്ടാ. നമ്മളെ സെക്കൻഡ് ഒന്ന് കെട്ടിപ്പിടിച്ചൊക്കെ ഉമ്മ വെച്ചു. നല്ല നേരം നോക്കിയിട്ടാണ് അവർ ഉമ്മയൊക്കെ കൊടുക്കണേ. മിക്ക നേരത്തെ ചൊരണ്ടി സ്വഭാവമായിരിക്കും, കൊരണ്ടികളാ. അങ്ങനെ ദേ മുടിയൊക്കെ ഈരി കുളിക്കുമ്പോൾ കുറേ ദിവസമായി തലൊന്നും കുളിപ്പിക്കാൻ പറ്റിയില്ല കേട്ടോ. നല്ല കഫക്കെട്ടാണ് എനിക്കും കുണുക്കനും കുളിക്കും. ഞങ്ങൾക്ക് 3 ആൾക്കും മാറണില്ല. ഭയങ്കര മൂക്കടപ്പും ജലദോഷം ഒക്കെ. ഈ വീഡിയോ എഡിറ്റ് ചെയ്ത് പോസ്റ്റ് ചെയ്ത് പോകുമ്പോൾ വേണം നമുക്ക് മെഡിക്കൽ ഷോപ്പിൽ നിന്ന് മരുന്ന് മേടിച്ച് പോവാം. കുറേ ദിവസം ഇപ്പോൾ 1.5 ആഴ്ചത്തോളമായിരുന്നു നമുക്ക് ഈ ജലദോഷം കാര്യങ്ങളൊക്കെ പിടിച്ചിട്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ മേക്കപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കുളിക്കലും പിടിച്ച് ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അയ്യോ, ആ തിക്ക് തിരക്കും ബഹളമൊക്കെ കഴിഞ്ഞാണ് സ്കൂളിലൊക്കെ ഇറങ്ങിയിട്ടാണ്. ഒരു പെടച്ചിലെന്ന് പറഞ്ഞൊരു പെടച്ചിൽ തന്നെയാണ്. പെടച്ചിലിൻ്റെ കൂടുതൽ കാരണം വെച്ചാൽ നമ്മുടെ വീട്ടിലേക്ക് 3 ഗ്യാസ് അടുപ്പും ശരിക്കും കത്തണില്ല പോരെ. നമുക്ക് ഇങ്ങനെ പണി ദൈവം തന്നുകൊണ്ടേയിരിക്കുന്ന ഒരു പണിയാണ് ഇപ്പത്. ഗ്യാസ് അടുപ്പ് ശരിക്കും കത്തണില്ല. അപ്പം ചോറ് വേവാനും തിളയ്ക്കാനും ഒക്കെ നല്ല ഇരട്ടി പണികളാണ്.
ഇന്ന് ഗ്യാസ് ശരിയാക്കുന്ന ആളെ വിളിക്കണം. എന്നാലും ശരി. അങ്ങോട്ട് വരാറുള്ളത് ആരാ? ആ വണ്ടിക്കാരൻ. കുണുക്ക ഹാപ്പി കുണുക്ക് മോളെ അയ്യടാ ഇരിക്കുന്നുണ്ട. കുണുക്കൻ്റെ ഫ്രണ്ടിൻ്റെ വീടാട്ടോ. അവരൊക്കെ ഇപ്പോൾ ബസ്സില്ല, സ്കൂൾ ബസ് കിട്ടി. കുണുക്കിന് കിട്ടിയില്ല. ഞങ്ങളുടെ വീട് കുറച്ച് ഉള്ളിലേക്ക്, അപ്പം ഞങ്ങളുടെ വീടിൻ്റെ ഉള്ളിലേക്ക് ബസ് വരെ കുറച്ച് പണി. 10-15 മിനിറ്റ് മുന്നേ ബസ് സ്റ്റോപ്പിൽ നിൽക്കണം അല്ലേ? അവിടെ ഒരു ബസ് ഉണ്ടായിരുന്നു. ആ ബസ്സിന്റെ പേരായിരുന്നു ചിത്രശലഭം. അതിനാണ് എന്നോട് പറഞ്ഞത് അതെ, ഞാൻ വണ്ടിയുടെ മുന്നിൽ ഒരു ബസ് പോണ്ട്, അതിന്റെ പേര് ചിത്രശലഭം കേട്ടോ. അപ്പൊ എന്നോട് അതും കൂടെ പറക്കണില്ലല്ലോ എന്ന് പറഞ്ഞു. എന്തൊക്കെ കുത്തിർത്താനും അങ്ങനെയല്ല. ഒരു അതന്നെ എന്റെ അമ്മയ്ക്കും ഉണ്ട് കേട്ടോ. ഒന്ന് പറഞ്ഞ് ഇങ്ങനെ 2-3 ഡയലോഗ് അച്ഛാ ഇന്ന് കിട്ടിയില്ലേ? ഇന്ന് അച്ഛനെ ചോദ്യം ചെയ്തത്. അതായത് കുണിക്കേണ്ട രാവിലെ പറയും കുണിക്ക് ബാത്റൂമിൽ പോയിരിക്കും, ഇരുന്നങ്ങോട്ട് പൊക്കോളും. പോയിരിക്കും, രാവിലെ ബാത്റൂമിൽ പോയി ശീലിക്കണം. സ്കൂളിൽ പോകണ മുന്നേ ബാത്റൂമിൽ പോകണം, അത് ശീലിക്കണം. ഇങ്ങനെ എപ്പോഴും പറയട്ടെ. അപ്പൊ അവൾക്ക് പേടിയാണ്. ഡോർ അടച്ചില്ലേ? ഡോർ അടച്ചിട്ടിട്ട് വേണം ഇരിക്കുന്നത്. ഇന്നതൊക്കെ അച്ഛനോട് തിരിച്ച് ചോദിക്കുന്നു. എന്ന് വെച്ചാൽ ബാത്റൂം ഞാൻ പറഞ്ഞു കുളിക്കാൻ കയറി. കുളിക്ക് ഞാൻ കുളിച്ചിറങ്ങി പനിയുടെ കുളിക്കാൻ കയറി. അപ്പൊ ഞാൻ പറഞ്ഞു ബാത്റൂമിൽ ഇരിക്കുമ്പോൾ നേരെ വെള്ളം ഒഴിക്കുന്ന ശബ്ദത്തിന് അപ്പൊ പറഞ്ഞു. അപ്പൊ കുളിക്കുക എന്നിട്ട് സ്കൂളിൽ പോണേക്കാൾ മുന്നേ ബാത്റൂമിലേക്ക് കാലത്ത് ഇരിക്കണം, ഇത് നോക്കണം കുറച്ച്. അല്ലെങ്കിൽ ഇനി പേടിയെ പറ കുണ്ടിക്കടിയിട്ട് ഇന്ന് അച്ഛന് ദിവസം അച്ഛനിട്ട് പോരിച്ചത്. അവളോട് ചോദിച്ചത് എല്ലാ ചോദ്യങ്ങളും അച്ഛനോട് ചോദിച്ചത്. ഇന്ന് നല്ല ദിവസം അച്ഛനല്ലേട്ടാ. തമാശക്കാരട്ടാ മനുഷ്യനെ കളിയൊക്കെ തമാശക്കുണ്ട്. മനുഷ്യനെ കളിയാക്കിയില്ല മനുഷ്യ. നല്ല രാമകൃഷ്ണന്റെ കളം പോയതേ ബസ് ഇടിച്ചിട്ട്. എന്നേട്ടാ നിങ്ങളെ പരിക്കൊരു ഇന്ദുചൂട വരുന്ന പച്ച പറഞ്ഞേട്ടാ ഏട്ടാ. അപ്പം എല്ലാവരും എന്നോട് ചോദിക്കുന്ന കാര്യമാണ്, നിങ്ങളുടെ പുതിയ കാർ മേടിച്ചോ, നിങ്ങളുടെ ഏതാണ് ഈ കാറ്, പുതിയതാണെന്ന്. അല്ല കേട്ടോ, അത് എൻ്റെ ഏട്ടൻ്റെ കാറാണ് കേട്ടോ. അപ്പോൾ താൽക്കാലികമായിട്ട് കുറച്ച് ദിവസത്തേക്ക് ഏട്ടനോട് ചോദിച്ചു വണ്ടി എടുക്കട്ടെ വെച്ചപ്പോൾ ഏട്ടാന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ എടുത്തതാണ് കേട്ടോ വണ്ടി. അപ്പോൾ ഏട്ടൻ്റെ വണ്ടിയിലാണ് ഇപ്പോൾ നമ്മൾ ഉണ്ണികളെ കൊണ്ടാക്കണം. വണ്ടിയില്ല അതിനെ പറ്റിയിട്ട് ഉണ്ണികളെ കൊണ്ടാക്കാനും കാര്യങ്ങളൊക്കെ. അങ്ങനെ ഞങ്ങൾ ഷോപ്പ് തുറന്ന് ഷോപ്പൊക്കെ വൃത്തിയാക്കിയതിന് ശേഷം നമ്മൾ പ്രാർത്ഥിക്കാതിരിക്കുക കേട്ടോ. നമ്മുടെ കൃപാസനത്തിലെ മാതാവിൻ്റെ പ്രാർത്ഥന ലാപ്ടോപ്പിൽ വെക്കട്ടെ. വീട്ടിലാണ് ബുക്ക്. അപ്പോൾ അവിടെ വായിക്കാൻ വേണ്ടിയിട്ട് ബുക്ക് അവിടെയാണ്, ഒരു ബുക്കുള്ളൂ. അപ്പം നമ്മൾ പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട് ലാപ്ടോപ്പിൽ വെച്ചിട്ട് ഞാൻ നേരിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട് കേട്ടോ മാതാവിന്. എന്താ വെച്ചാൽ ഞങ്ങളെ ഇനി കൈവിടാണ്ട് ഒന്ന് കാത്തോളണേ എന്നുണ്ട് മാതാവിനെ ഉരുകി വിളിക്കുന്നുണ്ട്. എന്താ വെച്ചാൽ നമ്മുടെ അവസാനത്തെ ഒരു പിടിവള്ളിയാണ്. ലൈഫ് എങ്ങോട്ട് എത്തുന്നൊരു പിടുത്തില്ല. അത് കഴിഞ്ഞ് നമുക്ക് കൊറിയർ ചെയ്യാളെൻ്റെ അഡ്രസ്സും കാര്യങ്ങളൊക്കെ എഴുതിയിട്ട് ഇരിക്കുന്ന ഇരിപ്പാണ് കേട്ടോ ബുക്ക് സാറിലൊക്കെ. അത് കഴിഞ്ഞുകൊണ്ടിരിക്കുമ്പോഴേക്കും അന്വേഷണം ഉണ്ണോളെ കൊണ്ടുവരാൻ പോകുന്ന നേരത്തിന് മുന്നേ ഫുഡ് കഴിക്കണം. അപ്പം ഞാൻ അതേ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പാത്രമൊക്കെ തോന്നുന്നുണ്ട്. അപ്പോൾ ഞാൻ ചീരപ്പേരെടുത്ത് വായിൽ വെച്ചു കേട്ടോ. എന്ന് വെച്ചാൽ കുറേ നേരമായിട്ട് നമ്മൾ ഭക്ഷണം കഴിക്കാൻ നമ്മുടെ വായിക്കൊക്കെ ഒരു ടേസ്റ്റ് വരും. അപ്പോൾ ചീരപ്പേരൊക്കെ എടുത്ത് വായിൽ വെച്ചു. പക്ഷേ നല്ല രസമുണ്ടായിരുന്നു. ആ പരിപ്പ് കുത്തി കാച്ചിയതും ഞാൻ ചോറിലേക്ക് ഡയറക്റ്റ് ചെയ്തിട്ട് കറികൾ ഒഴിക്കിയത്, വേറെ പാത്രങ്ങൾ ഒഴിച്ചിട്ട്. പക്ഷെ രസമുണ്ടല്ലേ അങ്ങനെ കഴിക്കുമ്പോൾ. അച്ചാറും ഞാൻ എടുത്തത് വേറെ ഒന്നുമല്ല, കോഴിമുട്ട പുഴുങ്ങിയത്. എനിക്ക് അച്ചാർ കൂട്ടി കഴിക്കാൻ ഇഷ്ടമുള്ളൂ, അല്ലെങ്കിൽ എനിക്ക് ഇഷ്ടമല്ല. അതുകൊണ്ടാണ് അച്ചാർ എടുത്തിട്ട്. പിന്നെ ഞാൻ നമ്മൾ ഇങ്ങോട്ട് ഞാൻ നോക്കുന്നത് വേറെ ഒന്നുമല്ല, രാജാവിൻ്റെ മകനിലെ പാട്ട് വെച്ചിരിക്കുകയാണ് മോഹൻലാലേട്ടൻ്റെയും അംബികയുടെയും. അതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഓട്ടക്കണ്ണ് ഇട്ടിട്ട് ഞാൻ എൻ്റെ അടുത്ത് നോക്കുന്നുണ്ട്. അതിനൊപ്പം ഞങ്ങൾ ഭക്ഷണം കഴിക്കുന്നുണ്ട്. ഞങ്ങൾക്കും വേണ്ട ലൈഫിൽ എന്തെങ്കിലും ഒരു എൻ്റർടൈൻമെൻ്റ് അല്ലേ. ഇപ്പം ഞാൻ എന്നെ ഇതേ ഒരു കടറൂമിൻ്റെ ഉള്ളിൽ തിളച്ചിട്ടിക്കാന്ന് തന്നെ പറയും. നിങ്ങൾക്കിപ്പോൾ രാവിലെ വന്നു കഴിഞ്ഞാൽ രാത്രി ആവണ വരെ ഞങ്ങൾ ഇതിനുള്ളിൽ
പിന്നെ എന്താ വെച്ചാൽ ഞങ്ങളുടെ ഒരു മനസ്സിൻ്റെ എനിക്കൊരു മിനിറ്റ് റെസ്റ്റ് ഇല്ലാട്ട് ഇതിൻ്റെ ഉള്ളിൽ ഇരിക്കുകയാണ്. വീഡിയോ എടുക്കുന്നുണ്ട്, എഡിറ്റിംഗ് ഉണ്ട്, അതിൻ്റെ ഇടയിൽ മെസ്സേജുകൾക്ക് റിപ്ലൈ കൊടുക്കണം, അതിൻ്റെ ഇടയിൽ കൊറിയറുകളൊക്കെ ഉള്ളത് എഴുതി ഉണ്ടാക്കണം, അഡ്രസ്സും കാര്യങ്ങളും അങ്ങനെ 30 മണിയുണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ വീടെത്തിയാലോ റെസ്റ്റ് എടുക്കാന്ന് വെച്ചാൽ വീട്ടിലും ഉണ്ടാവും അത്യാവശ്യത്തിലേറെ പണി. ഇവിടുന്ന് പോയാൽ ഡ്രസ്സ് മാറി മാക്സി ഇടുക നേരെ അടുക്കളയിൽ കയറുക. അവിടുന്ന് തുടങ്ങിയ പണികളും കാര്യങ്ങളും ഭക്ഷണമൊക്കെ കൊണ്ടുപോയി എല്ലാവർക്കും ഭക്ഷണം കൊടുക്കുക. അത് കഴിഞ്ഞുള്ള പാത്രമൊക്കെ മോറി അടുക്കളയിലെത്തി കുളിക്കുമ്പോൾ മുടിയൊക്കെ ചിക്കോർത്തി കെട്ടി വെച്ച് കിടക്കുമ്പോൾ വീണ്ടും റീസ്റ്റോക്ക് വന്നിരിക്കുകയാണ്. ബ്ലാക്കും ചില്ലി റെഡും കൂടിയുള്ള നമ്മുടെ ജോർജറ്റിന്റെ മെറ്റീരിയൽ തന്നെ ഷാളാണെങ്കിലും ബനാറസിൽ വരുന്ന മോളിട്ട് നമ്മളിത് മുന്നേ ഇറക്കിണ്ടായിരുന്നു, നമ്മൾ സ്റ്റാർട്ടിങ്ങിന് ഇറക്കിണ്ടായിരുന്നു. അപ്പോൾ വീണ്ടും വീണ്ടും കുറേ ആൾക്കാർ ഇതുണ്ടോ വെച്ചിട്ട് ഇപ്പോഴാണ് കേട്ടോ, അപ്പോഴത്തേക്കാളും കൂടുതൽ മെസ്സേജ് ഇപ്പോഴാണ് വന്നുകൊണ്ടിരിക്കുന്നത് ഈ ഒരു ചുരിദാറിൻ്റെ റിവ്യൂ കേട്ടോ. പക്ഷേ ഇതിൻ്റെ ഓറഞ്ച് ചോദിക്കുന്നു, പക്ഷേ എനിക്ക് ഓറഞ്ച് കിട്ടിയില്ല. ഞാൻ പറഞ്ഞിട്ടുണ്ട് കിട്ടുമോ ഇല്ലെന്ന് എനിക്കറിയില്ല, പക്ഷെ ഓറഞ്ച് കിട്ടിയില്ല. നമ്മളൊരു ഒരു സാധനം എടുത്തു വന്ന് പിന്നെ പോയി ചോദിക്കുമ്പോൾ അത് കിട്ടിയിരുന്നില്ല. എൻ്റെ കടയുടെ ഓപ്പണിങ്ങിന് ഉടുത്ത ഞാൻ സാരി ഉണ്ടല്ലോ അത് കിട്ടാനില്ല. പക്ഷെ ഇപ്പം അത് വന്നിട്ടുണ്ട് കൊണ്ട് എനിക്ക് ഫീലിയൊക്കെ വന്നു. പക്ഷെ അതിൻ്റെ കളർ ചേഞ്ച് സെയിം കളറില്ല, അതിൻ്റെ മഞ്ഞ പിങ്ക് അങ്ങനെയുള്ള കുറേ കളർ ചേഞ്ചുകളാണ് വന്നിരിക്കുന്നത് കേട്ടോ. അപ്പം നമ്മൾ സാധനം കിട്ടിയെങ്കിലും സെയിം കളറോ കാര്യങ്ങളോ കിട്ടിയിരുന്നില്ല. പക്ഷേ എനിക്ക് തോന്നുന്നു ഇത് നല്ലൊരു കളർ കോമ്പിനേഷൻ ആട്ടോ. ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക് എത്രത്തോളം നല്ല റെഡ് വെച്ചാൽ നല്ല ചോര കളർ എന്ന് പറഞ്ഞു, അതുപോലെ നല്ല ഭംഗിയുള്ള ചില്ലി റെഡ്. അതെനിക്ക് ബനാറസിയുടെ ഷോൾ വരുമ്പോൾ എന്ത് രസം നോക്കി, ഈ ഒരു ചെക്ക് കളറും പിന്നെ കണ്ട അതിൻ്റെ കരയൊക്കെ ഒരു ബ്ലാക്ക് നോക്കി ഭയങ്കര രസമായിട്ട് കാണാം. അതേപോലെ ടോപ്പ് വരുന്നത് ബ്ലാക്കിലാണ് കേട്ടോ. പാൻറ് വരുന്നത് ഈ ഒരു ചുവപ്പ് കളറിലാണ് പാൻറ് വരുന്നത് കേട്ടോ. അതിൻ്റെ തണ്ട അപ്പോൾ അടിപൊളിയാണ്. അപ്പോൾ കുറേ ആൾക്കാർ ഇന്നലത്തെ വീഡിയോ എനിക്ക് സത്യം പറഞ്ഞാൽ വീഡിയോ ഇട്ട് വരുമ്പോഴേക്കും ഞാൻ എടുക്കുന്ന കുറച്ച് പീസാണ്, എനിക്കത് പെട്ടെന്ന് സെയിലാവുന്നുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ആൾക്കാർ പിന്നെ മെസ്സേജ് ഇപ്പം ഇന്നലെ രാത്രി മെസ്സേജ് ഇന്ന് രാവിലെ ഓക്കെ ആക്കാമെന്ന് പറഞ്ഞു പോകുമ്പോഴേക്കും രാത്രി ഇന്നലെ ബുക്ക് ചെയ്യുന്ന കഴിഞ്ഞൂടെ അപ്പം ഓക്കെ ആയ അപ്പം ബുക്ക് ചെയ്ത് പോവാണ് കേട്ടോ. അപ്പോൾ ഇതാണ് ബനാറസിയിൽ വരുന്ന നല്ല ജോർജറ്റ് മെറ്റീരിയൽ വേണം, ഒരു അടിപൊളി എന്ത് രസം നോക്കി. ഇതിൻ്റെ ഒരു ഷോളും നല്ല കനം കുറഞ്ഞ ഷോള് കണ്ടോ, ഒരു ഒതുക്കം നോക്കി ഈ ഷോള്. അതേപോലെ നമ്മൾ കണ്ട ഈ ഒരു ജോർജറ്റിൻ്റെ മെറ്റീരിയൽ നമ്മുടെ തടി ഉണ്ടാവും നേർപകുതി, സത്യം നേർപകുതിയായിട്ട് മാറും ഈ ഒരു ചുരിദാർ മെറ്റീരിയൽ. അതും ഡാർക്ക് കളറാകുമ്പോൾ പിന്നെ പറയും വേണ്ട, നമ്മളെപ്പോഴും നല്ല ഒതുക്കത്തിലായിരിക്കും ഡാർക്ക് കളർ. പിന്നെ എനിക്ക് ഈ ബ്ലാക്കും റെഡും കോമ്പിനേഷനും അത് ഭയങ്കര രസമായിട്ട്. നമ്മൾ എത്ര സാരിയിലായാലും പട്ടുപാവടയായാലും ദാവണിയിലായാലും എന്തിൽ വന്നാലും നമുക്കൊരു മടുപ്പ് വരാത്തൊരു കളറാണ്. നല്ല റെഡാട്ടോ, നല്ല ഭംഗിയുള്ള റെഡ്. ഇത് ലെങ്ത് ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഞാൻ ഇവിടെ നിന്ന് മടക്കിയതാണ്ട, ഇവിടെ ശരിക്കും കഴുത്തിൻ്റെ അവിടെ നിന്നാണ് എനിക്ക് ഫുൾ ലെങ്ത്തിലാണ് കിടക്കുന്നതാ. അത്യാവശ്യം എൻ്റെ ഫുൾ ലെങ്ത്തിലുണ്ട്. നമ്മൾ ചുരിദാറിൻ്റെ ടോപ്പ് അടിക്കുമ്പോൾ ഇത്രയും ഫുൾ ലെങ്ത് അടിക്കില്ലല്ലോ, അപ്പം അത്യാവശ്യം ലെങ്ത്തും കാര്യങ്ങളൊക്കെ ഉണ്ട് മെറ്റീരിയൽ. അപ്പം ഇനി അടുത്തത് കണ്ടാലോ, അപ്പം നമുക്ക് അടുത്ത കളർ കണ്ടാലോ. അടുത്ത കളർ കാണുമ്പോഴേ നിങ്ങൾക്ക് അറിയണേ നോക്കി, നല്ല ഡാർക്ക് മെറൂണിലും ഓറഞ്ചും കളറിൽ വരുന്ന എന്ത് രസം നോക്കി, നല്ല ഡാർക്ക് മെറൂണാണ് കേട്ടോ ടോപ്പ് വരുന്നത്. അത് മിക്ക നല്ല ഓറഞ്ച് പാൻറ്റും ഓറഞ്ചും കൂടിയിട്ടാണ് കേട്ടോ നമ്മുടെ ഷാളിൻ്റെ കളർ വരുന്നത്. സത്യം പറയല്ലേ ഓണൊക്കെയല്ലേ വരുന്നത്, ഇത് മേടിക്കുമ്പോൾ രണ്ടുണ്ട് കേട്ടോ ഗുണം. അല്ലെങ്കിൽ എന്നെ സംബന്ധിച്ച് ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ ഷെയർ ചെയ്ത് തരുന്നുള്ളൂ. നല്ല സെറ്റ് മുണ്ടിൻ്റെ പട്ടുപാവടയൊക്കെ അടിക്കുന്ന കൂട്ടാണ്, സെറ്റ് മുണ്ടിൻ്റെ ദാവനയൊക്കെ അടിച്ചു കഴിഞ്ഞാൽ അത് മിക്കത് ഷാളായിട്ട് കൊടുത്താണ്ടല്ലോ വേറെ ലെവലാവും. അപ്പോൾ അമ്മമാരെ എടുത്തു കഴിഞ്ഞാലും മക്കൾ ദാവണി കൊടുക്കുന്നവരൊക്കെ ആണെങ്കിലും നല്ല ലെങ്ത് ഉണ്ട് കേട്ടോ. കാണോ ദാവണിയൊക്കെ അത്യാവശ്യം തടിയുള്ളവർക്ക് കൊടുക്കാൻ മാത്രം ലെങ്ത്തും കാര്യങ്ങളും ഉണ്ട് കേട്ടോ. ഇത് ബനാറസിയിൽ തന്നെയാണ് ഈ ഷോൾ വരുന്നത്. ഈ ബനാറസിയിലുണ്ടല്ലോ ദാവണി കൊടുത്തു കഴിഞ്ഞാൽ ഒരു പ്രത്യേക ചന്താട്ടം നോക്കി, ചുങ്കിടിയുടെ ഡിസൈനും ബനാറസിയൊക്കെ കൂടിയിട്ട് ഒരു ഭംഗിയിൽ വന്നിരിക്കും നോക്കി. നല്ല അടിപൊളി കളറ്, സൂപ്പറാട്ടോ. ഞാൻ വെറുതെ പറയില്ല, നല്ല രസമുണ്ട് കാണാൻ, എനിക്കും ഭയങ്കര ഇഷ്ടം. ശരിക്ക് കണ്ട ഞാൻ ഇപ്പം നേരത്തെ ഒരു ക്രീം കളർ ടോപ്പ് ഇട്ടു, പക്ഷെ ആ ടോപ്പ് നിന്ന് മാറി ഈ ഒരു ടോപ്പ് വന്നപ്പോൾ നമ്മുടെ ഫേസിലേക്ക് വന്നൊരു ചേഞ്ച് ഉണ്ട്. ഇതൊരു ഭംഗി നോക്കി അതേപോലെ തന്നെയാണ് കേട്ടോ ഈ ഒരു കളറും, നല്ല ഭംഗിയുള്ള ഓറഞ്ച് മെറൂണാട്ടോ. ഞങ്ങളുടെ ഗ്ലാസ് ഉണ്ട്, ഫുൾ മിറർ ഉണ്ടായിരിക്കും നോക്കുക, പക്ഷെ നല്ല ഭംഗിയിട്ടാണ്, എന്ത് രസമെന്ന് പറയാം.
സൂപ്പറാണ്. ഇത് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ വീഡിയോയുടെ താഴെ നമ്മുടെ ഫോൺ നമ്പർ പോകുന്നുണ്ട്. വാട്സപ്പ് നമ്പറാണ്. ഒന്ന് വാട്സപ്പ് ചെയ്താൽ മതി. വാട്സപ്പിലൂടെ ഡീറ്റെയിലും കാര്യങ്ങളും ഒക്കെ പറഞ്ഞു തരാം. അപ്പോൾ നിങ്ങൾക്ക് എളുപ്പത്തിൽ ബുക്കിംഗ് ചെയ്യാം. നിങ്ങൾക്ക് ഇന്ന് ബുക്ക് ചെയ്തെങ്കിൽ 3 ദിവസത്തിൻ്റെ ഉള്ളിൽ സാധനം കയ്യിൽ കിട്ടും കേട്ടോ. നമ്മുടെ ഷിപ്പിംഗ് നോക്കുകയാണ്. ഇപ്പോൾ ഇതുവരെ ഞാൻ ധൈര്യമായിട്ട് പറയണത് എന്താ വെച്ചാൽ ഞാൻ എൻ്റെ അടുത്ത് ഓർഡർ ചെയ്തവർക്കൊക്കെ നോക്കിയാൽ 3-4 ദിവസത്തിൻ്റെ ഉള്ളിൽ സാധനം കിട്ടിയിട്ടുണ്ട് കേട്ടോ. വർക്കിംഗ് ഡേയ്സ് കൂടി ആവണം. 3-4 ദിവസത്തിൻ്റെ ഉള്ളിലടക്കം നമ്മൾ സാധനം എത്തിച്ചിട്ടുണ്ട്. അത് നമുക്ക് ഇതുവരെ നമുക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. മുന്നോട്ട് അതുപോലെ പോകട്ടെ എന്നൊക്കെ ഒരു കാര്യം ചെയ്യുമ്പോൾ നല്ല രീതിക്ക് തന്നെ എനിക്ക് അങ്ങനെയാണ്. ഒരു സാധനം ബുക്ക് ആയിട്ട് കാശ് കൊടുത്ത് കുറേ ദിവസം ബുക്ക് ചെയ്യുമ്പോൾ എന്തോ ഒരു മടുപ്പ് തോന്നും. പെട്ടെന്ന് കിട്ടുകയെന്ന് പറയുമ്പോൾ നമുക്ക് ഹാപ്പിനെസ് ഇല്ല. അതുകൊണ്ടാണ് ഞാൻ കൂടുതലും എനിക്ക് പറ്റണതൊക്കെ ഞാൻ ഡെയിലി വരുന്നത് ഡെയിലി തന്നെ കൊറിയർ ചെയ്ത് വിടുന്നുണ്ട് കേട്ടോ. അപ്പോൾ വരുന്ന ബുക്കിങ് പരമാവധി കടയിലുള്ളപ്പോൾ വരുന്ന ബുക്കിങ്ങൊക്കെ അപ്പം തന്നെ ഞാൻ രണ്ടും കൂടി പാക്ക് ചെയ്തിട്ട് ഇരിക്കും കേട്ടോ. ഒരു കൊറിയർ അല്ല ഒരു ബുക്കിംഗ് വരുമ്പോൾ ഞാൻ ബുക്കിങ്ങും കാര്യമായിട്ട് അതിനായിട്ട് ഇപ്പുറത്ത് നിന്നിട്ട് അതിനായിട്ടൊക്കെ പാക്കിങ്ങും കാര്യങ്ങളൊക്കെ അതിനായിട്ട് നടത്തും. അപ്പം അങ്ങനെയാണ് ഇപ്പം ഞങ്ങളുടെ ലൈഫ് പോകുന്നത്. അപ്പോൾ ഇത് ചുമ്മാ പറയണ കാര്യമില്ല. ഞാൻ വെറുതെ പറഞ്ഞില്ല. എനിക്കിപ്പോൾ മറ്റുള്ള വലിയ ആൾക്കാർ പറഞ്ഞ പോലെ കുറേ ഇംഗ്ലീഷിലോ കാര്യങ്ങളോ ഒന്നും പറഞ്ഞു തരാൻ എനിക്കറിയില്ല. എന്നാലും നമ്മുടെ സാധാരണക്കാർക്ക് പറഞ്ഞു തരുന്ന പോലെ അറിയാം. നല്ല ഡാർക്ക് മെറൂണാണ്, നല്ല ഭംഗിയുണ്ട്, നല്ല ഓറഞ്ച്, നല്ല അടിപൊളിയാണ്. അപ്പോൾ നമ്മൾ ഓണമൊക്കെ വരുന്നതാണ് നമ്മുടെ മക്കൾക്ക്. ഇപ്പോൾ ഓണ സെലിബ്രേഷനോ കോളേജിലും കാര്യമൊക്കെ 2, 3, 4 ജോഡി ഡ്രസ്സ് എടുക്കില്ലേ, എളുപ്പമല്ലല്ലോ. എനിക്ക് മക്കൾ പഠിക്കാൻ പോകുമ്പോൾ അങ്ങനെ തന്നെയാണ്. അപ്പോൾ നമുക്കിപ്പോൾ ഒരു സെറ്റ് മുണ്ടൊക്കെ ഉണ്ടെങ്കിൽ എന്നോട് ഷാളായിട്ടൊക്കെ യൂസ് ചെയ്യും, ധാവണിയായിട്ട് യൂസ് ചെയ്യും. നല്ലൊരു ഇതാട്ടോ. അപ്പോൾ അമ്മയുടെ ചുരിദാറും അമ്മയ്ക്ക് മക്കൾക്ക് ഇത് ചെയ്യാം, സ്വന്തമായിട്ടും ചെയ്യാം കേട്ടോ. സ്വന്തമായിട്ട് ധാവണി എടുക്കുന്നവർക്കും ജോലിക്ക് പോകുന്നവർക്കൊക്കെ ചെയ്യാൻ പറ്റും. നല്ല വലിയ ഷോളാണ് കേട്ടോ വരുന്നത്. ഇത് ഞാൻ പറഞ്ഞതെന്താ വെച്ചാൽ കോമൺ ആയിട്ട് പറയണ പോലെ പറഞ്ഞു എന്നുള്ളൂ കേട്ടോ. ഇതിപ്പോൾ ഒരു ബിസിനസ് മൈൻഡ് അങ്ങനത്തെ ഒരു ഇതിലൊന്നുമില്ല. ഞാൻ സാധിപ്പോൾ എന്നോട് വർത്താനം പറയലിൻ്റെ അടുത്തുള്ളവർ ഇങ്ങനെ എന്നോട് പറയുമ്പോൾ ഞാൻ അവരോടൊക്കെ ഷെയർ ചെയ്യണം, ഇങ്ങനെ ചെയ്തൂടെ. ഞാൻ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങളിൽ പറഞ്ഞു തന്നുള്ളൂ. ഇപ്പോൾ ഞാൻ അങ്ങനെ എന്തെങ്കിലും ഷോളൊക്കെ എടുത്താൽ ഞാൻ എൻ്റെ കുഞ്ഞിനും പൊന്നിനും ഒക്കെ ദാവണി കൊടുക്കാറുണ്ട്. അപ്പോൾ അതുപോലെ പറഞ്ഞു എന്നുള്ളൂ. അപ്പോൾ പോയട്ടെ, ഇനി അടുത്തത് ഇട്ടിട്ട് അടുത്ത കളർ കണ്ടാലോ. അടുത്ത കളർ ഞാൻ പറയേണ്ട കാര്യം നോക്കി, നല്ല ചില്ലി റെഡ് ബ്ലാക്ക്. ഇത് താഴത്തേക്ക് നോക്കിയാൽ ബ്ലാക്ക് ടോപ്പ് കേട്ടോ. ബ്ലാക്ക് ടോപ്പും ബ്ലാക്ക് അല്ല. അപ്പോൾ നമുക്ക് അടുത്തത് കണ്ടല്ലോ. അടുത്തത് കാണാനൊന്നുമില്ല, നിങ്ങൾക്ക് കാണുമ്പോൾ എല്ലാവരും നല്ല ചില്ലി റെഡും ബ്ലാക്കും ആണ് കേട്ടോ. നമ്മൾ ഇനി കാണിച്ചു തരാം. നമ്മൾ ഇതൊരു രസമെന്നൊരു. അപ്പോൾ ടോപ്പ് വരുന്നത് നല്ല റെഡ് കളറാട്ടോ, നല്ല ചില്ലി റെഡ് എന്ന് തന്നെ പറയട്ടെ. നല്ലൊരു കളറ്. ചില റെഡുകൾ ഒരു ഭംഗിയില്ലാത്ത റെഡുകളുണ്ട്, പലപ്പോഴും ഞാൻ കണ്ടിട്ടില്ല പേര്. പക്ഷേ ഇത് നല്ല ഭംഗിയുള്ള റെഡ്. ഒരു മിനിറ്റ് പേര് ഭംഗിയുള്ള റെഡ് ഒന്ന് നോക്കി. ഞാൻ ചുമ്മാ പറയണ കാര്യമില്ല കേട്ടോ. നല്ല രസമുണ്ട് കാണാൻ. അതിൻ്റെ ഒപ്പം താഴെ വന്നിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ കറണ്ട് പോയി, അപ്പോൾ ലൈറ്റിൻ്റെ ഇത് ശരിയാക്കാൻ പോയി കേട്ടോ. അപ്പോൾ ഇത് ഈ കളർ പാൻറ്റാണ് കേട്ടോ. ഈ കളർ വെച്ചാൽ ബ്ലാക്ക് പാൻറ്റാണ് വരുന്നത്. ടോപ്പ് വരുന്നത് റെഡ്. നമ്മൾ ഏത് ഡ്രസ്സ് ഇടുമ്പോൾ കണ്ടോ, ഈ ഡ്രസ്സ് ഇടുമ്പോൾ ഭയങ്കര ഒരു ആത്മവിശ്വാസം, തടി കുറവിൻ്റെ ഒരു ഫീല് നമുക്ക് തന്നെ തോന്നും. അങ്ങനെ ഒരു കാര്യം നമ്മുടെ ഈ ജോർജറ്റിൻ്റെ മെറ്റീരിയൽ ഉണ്ട് കേട്ടോ. അതിൻ്റെ ഷോളിൻ്റെ ഒരു ഭംഗി നോക്കി നിങ്ങൾ വേറെ ഒന്നും നോക്കണ്ട. ഈ ഷോള് ഇങ്ങനത്തെ ഒരു സാരി വന്ന് നല്ല രസം ഉണ്ടാവും അല്ലേ. ഇത് ഫുള്ളും സാരി ആയിട്ട് വന്നു കഴിഞ്ഞാൽ എന്ത് ഭംഗി ഉണ്ടാവും. ഇതെന്താ ഇടയ്ക്ക് ഇങ്ങനെ മങ്ങിപ്പോണെന്ന് എനിക്കറിയില്ല. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇർട്ടാവുന്നുണ്ട് ഫോൺ, അതാണ് വന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് തൊട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇനി അധികം നേരം കളയണ്ട. വേണ്ടവരുന്നേ താഴെ നമ്മുടെ നമ്പർ പോകണ്ട, ഒന്ന് വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുക. ഇതിലേതാ സ്റ്റേജ് ഒന്ന് സ്ക്രീൻഷോട്ട് ചെയ്തതിന് അയച്ചു തരാം. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ പണി. ഓക്കെ, ഇനിയിപ്പോൾ അധികം ആർഭാടങ്ങളൊന്നും വേണ്ട, സിമ്പിളാണ് വേണ്ട വെച്ചാൽ അതേ നമ്മളെ ഒരുപാട് ആൾക്കാർ എന്നോട് ചോദിച്ച കളറാണ്, ചേച്ചി ഇതിൽ കരിനീലുണ്ടോ, ബ്ലൂ കളർ ഉണ്ടോ എന്ന്. അപ്പോൾ ബ്ലൂ ഒരുപാട് പീസൊന്നും കിട്ടിയിട്ടില്ല, വളരെ കുറച്ച് പീസ് നമുക്ക് കിട്ടിയിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ അതേ ബ്ലൂ കളറിൽ എന്നാണ് കേട്ടോ ഈ ഒരു മെറ്റീരിയൽ നോക്കി. ബ്ലൂ കളറിൽ നോക്കി, നല്ല ബ്ലൂ ആണ്. ലെങ്ത് ആണ് താഴെ വരുന്നുണ്ട് ഡിസൈൻ. ഫുൾ ലെങ്ത്തിലാണ് കേട്ടോ എനിക്ക് കിടക്കുന്നത്. അപ്പോൾ ഇതും ജോർജറ്റ് മെറ്റീരിയലാണ് വരുന്നത് കേട്ടോ. നല്ല ഭംഗിയുള്ളൊരു ബ്ലൂ കളറാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമായി കേട്ടോ. സൂപ്പറാണ്. വായോതാ ഇത് പിടിച്ചാൽ കേൾക്കും. വാ, ഇവിടെ ഫാന് കേൾക്കും. ഒരു 5 മിനിറ്റ് എ സി ഇട്ടാൽ വലിയ പാരം ചൂടെടുത്തിട്ട് ചെയ്യാം. നീ എത്ര നേരം വീഡിയോ എടുക്കുന്നു? ഇതേ തുണികളൊക്കെ വീഡിയോ എടുക്കാൻ എടുത്തിട്ടുണ്ട്, മടക്കണ്ട നമുക്ക്.
അപ്പൊ ശരി ഒട്ടിക്കാണ്ട് വെച്ചപ്പോ തിരക്കാലോ. വാ. ഹലോ മൈക്ക് ടെസ്റ്റിംഗ്. എവിടെയായിരുന്നു ഇന്ന ടിക്കറ്റ് എങ്ങനെ പോയി ഇപ്പൊ പറയണം. ഞാന് പോസ്റ്റ് ഓഫീസിൽ പോയി. ഞാൻ പറഞ്ഞത് പോസ്റ്റ് ഓഫീസിൽ പോയിപ്പോ ഇന്ന് അതായത് ഇവിടെ നിന്ന് ഫുഡ് അടിക്കാൻ എല്ലാം കഴിഞ്ഞ് നേരെ പോസ്റ്റ് ഓഫീസ്. പോസ്റ്റ് ഓഫീസിൽ പോയിപ്പോ നല്ല തിരക്ക്. നല്ല തിരക്ക് വെച്ചെങ്കിൽ നല്ല തിരക്ക്. പിന്നെ മലയാളി, ഒരു പുതിയ മലയാളിയാണ്. അങ്ങോർക്ക് ഈ കാര്യങ്ങൾ അറിയില്ല. വേറെ ഹിന്ദിക്കാരൻ വന്ന കാരണം ഞാൻ രക്ഷപ്പെട്ടു. എന്താ കിട്ടാതിരിക്കാൻ. ഹലോ മൈക്ക് ടെസ്റ്റിംഗ്. എന്നിട്ട് ഉണ്ണിയോളെ കൊണ്ടുവരാൻ പോയി. ഉണ്ണിയോളെ ഭക്ഷണം കഴിച്ചവര് ബ്രെഡ് ഫുള്ള് കഴിച്ചു. രണ്ടാം കൂടി കഴിച്ചു. വിശക്കുണ്ടാവൂല്ലേ? വിശക്കുണ്ടാവും. സക്കമ്മ മൂത്രം ഒഴിച്ചു അവിടെ ഇരുന്നിട്ട്. അപ്പൊ ആദ്യം പറഞ്ഞു ഒഴിക്കണ്ട മറ്റേ അമ്പടിയിലത്തെ ആളുണ്ട് ഉണ്ണിയോളെ കൊണ്ടുവരാം. അപ്പൊ വേണ്ടാന്ന് പറഞ്ഞു. അപ്പൊ പിന്നെ ഡോറിന്റെ സൈഡിൽ ഇരുത്തി ഒഴിച്ചു. കേറിപ്പോയി. ഇനിയിപ്പോ കുഞ്ഞിനെ വെച്ച് കൊണ്ടുവരാൻ പോകുന്ന അറിയില്ല. അല്ലെങ്കിൽ എന്നെ തന്നെ വീണ്ടും അവരെ കൊണ്ടുവന്ന് വീട്ടിലാക്കാൻ പോകണം. നല്ലൊരു പണി കേട്ടോ. നല്ലൊരു പണി വെച്ച് നല്ലൊരു പണി. ഇപ്പൊ ഇതിന്റെ ഇടയിൽ എന്നെ പോയി പോസ്റ്റ് ചെയ്തു. കൊറിയർ ചെയ്യാനുള്ളതൊക്കെ കൊറിയർ ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഉണ്ണോളനെ കൊടുന്നു, ട്യൂഷനിലാക്കി. നല്ലൊരു ചടങ്ങ്. ഉണ്ണോളെ കൊണ്ടാക്കുക, ട്യൂഷനാക്കുക എന്ന് പറഞ്ഞാൽ നല്ലൊരു ചടങ്ങ്. അത് നമുക്ക് ഒരു ചായ കുടിച്ചാലോ? ശബ്ദിക്കാൻ വേണ്ടി എന്താ ഭയങ്കരമായിട്ട് അറിയില്ല. വയ്യാണ്ടാവണ്ടോന്നാവോ? ഏത് തരത്തിലുള്ള വയ്യായി? എന്ത് ചൂടല്ലോ. വയ്യ ഛർദിക്കാൻ അപ്പ കളിയാക്കും. ഒരു പെണ്ണിന് ഛർദിക്കാൻ അപ്പത്തെ അടുത്ത പണിത്താ. കെട്ടിയനല്ലേ ഒരു പെണ്ണിന് ഛർദിക്കാൻ പറ്റില്ല. ഈ മഴക്കാലത്ത് എല്ലാവർക്കും ഉള്ളതാ ഛർദിയും തലക്കറക്കും പനിയൊക്കെ. എത്ര ദിവസത്തേക്ക് അപകടത്തിന്റെ ഡോക്ടർ അടിച്ചാരെങ്കിലും ഒരാളിന്റെ ഡോക്ടർ അടിച്ചു. ഞാൻ മെഡിക്കൽ ഷോപ്പിൽ നിന്ന് ഗുളിക അടിച്ചേക്കുക പാവം. ഞാനും ഡോക്ടർ കാണിക്കാൻ കൊണ്ടുപോകില്ല. ഞാനും പരാതി പറയും. ഇന്ന ഒരാള് ഡോക്ടർ കാണിക്കാൻ കൊണ്ടുപോകില്ല. അറിയോ? ഇന്ന ആർക്കും വേണ്ട. ഇത്ര വർഷം എല്ലാവരും നോക്കിയിട്ട് ഇന്ന ആർക്കും വേണ്ട. ഇന്ന ഒരാൾ ഡോക്ടർ കാണിക്കാൻ കൊണ്ടുപോകാൻ ഒന്നിനില്ല. എനിക്ക് നല്ല വിഷമമുണ്ട്. എന്നെ ഒന്ന് വിളിച്ച് ചോദിക്കാനോ എന്നെ കൊണ്ടു നടക്കാനൊന്നും ആരും ഇല്ല. എന്റെ ഹോസ്പിറ്റൽ എത്ര ദിവസമായി മൂക്ക് കപക്കെട്ടായിട്ട് ഞാൻ നടക്കുന്നു. ഒരാളിന്റെ ഡോക്ടർ കാണിക്കാൻ ഇനി ഇങ്ങോട്ടൊന്നും കേൾക്കണ്ട. ഞാൻ അങ്ങോട്ട് വെക്കോ അതിനോട്ട് കൊണ്ടുപോകാന്ന് പറഞ്ഞിട്ട് ഞാൻ വേണ്ടെങ്കിൽ മെഡിക്കൽ ഷോപ്പിൽ നിന്ന് മരുന്ന് അടിച്ചത്. 80% കുറഞ്ഞതായിരുന്നു. വീണ്ടും ഇപ്പൊ തല വേർത്തു. ഇപ്പൊ കുറച്ചാലായിട്ട് കുറച്ച് റിമോട്ടർ ഞാൻ കൊണ്ടുപോയിണ്ടായിരുന്നില്ലല്ലോ. നമ്മൾ രണ്ടാം കൂടെ ഇരിക്കുമ്പോ കുറച്ച് തണുക്കുമ്പോ വേറെന്തൊക്കെ കറണ്ട് ബില്ല് എങ്ങനെ ആയാലും തണക്കാൻ വേണ്ടിട്ടുള്ളത് തന്നെ. തണക്കുമ്പോ കാശ് വേണം. നമുക്ക് ചായ കുടിച്ചല്ല. അപ്പൊ ഛർദിക്കാൻ താഴെ വന്നിട്ടുണ്ടോ? ഉണ്ണിരിക്കുന്ന പാവം അത് പുറത്തേക്ക് നോക്കിട്ടൊക്കെ അച്ഛനമ്മമാരും തല്ലൂടെ എളുപ്പമായിരിക്കും. ചെറിയ മക്കളാണ്. അതാണ് കാണുമ്പോഴാണ് നമുക്ക് ഭാര്യ ഭർത്താക്കന്മാര് തല്ലുണ്ടാക്കി തല പൊളിക്കുക, എന്നിട്ട് രണ്ടോടത്താവാ നോക്കുക. ഇത് എന്നിട്ട് ഈ ചെറിയ മക്കളെ കാണുമ്പോ നമുക്കത് വിഷമാവും. കുഞ്ഞു മക്കളെ ഒറ്റങ്ങളൊരു അവസ്ഥ. ഭാര്യ ഭർത്താക്കന്മാർ തല്ലുണ്ടാക്കി വേട്ടയും പിടിക്കുന്നൊക്കെ ഇതിന്റെ ഇടയിൽ പെട്ടുപോകുന്നത് കുഞ്ഞു മക്കളാണ്. അപ്പൊ ഈ ക്ഷമയില്ലാത്തവരാവുന്ന മക്കളെ ജന്മം നൽകാണ്ടിരിക്കുക. അതിൽ ഒന്നിലും ഉറച്ചിരിക്കാൻ പറ്റില്ല. ചാടണം, മനസ്സിങ്ങനെ ചാഞ്ചാടണം. ഒരു മക്കളില്ലാണ്ടിരിക്കുക. നമുക്ക് ഈ കുഞ്ഞു മക്കളാകുമ്പോ നമ്മുടെ കുണിക്കല് എന്ത് ചെയ്യുന്നു? എപ്പോഴും കുണിക്കല് അപ്പ അമ്മ. ഞങ്ങൾ അവരെ കൈയിന്റെ ഉള്ളം കയ്യിൽ വെച്ചിട്ട് ഞാൻ രണ്ടിനും ഞങ്ങൾ നോക്കുന്നത്. അപ്പൊ മറ്റോരെ നോക്കി എത്ര വർഷം നോക്കി അവരിതാക്കി അവരുള്ള കയ്യിലില്ല. അപ്പൊ അവരൊരു ഭർത്താക്കന്മാരുള്ള കയ്യിൽ വെച്ച് ഇറക്കുന്നുണ്ടല്ലോ. ഇനിയിപ്പോ ഞങ്ങൾ രണ്ട് ചെറുതായിട്ടുള്ള പിന്നാലെ നടക്കട്ടെ അല്ലേ? അതിന് കുഞ്ഞിനെ അങ്ങനെ വിഷമില്ല. കുഞ്ഞു പറയാം ഉള്ള നോക്കി. കുഞ്ഞ് എപ്പോഴും പറയുമ്പോഴാണ് അങ്ങനെ എന്ത് ചെയ്യുമ്പോൾ അമ്മ മറ്റുള്ള കാര്യങ്ങളൊന്നും നോക്കണ്ട. ഇപ്പൊ എന്തെങ്കിലും കുഞ്ഞിന് മേടിക്കണം എന്തെങ്കിലും അമ്മ എൻ്റെ കാര്യം നോക്കണം. മുന്നോട്ട് ഇഷ്ടംപോലെ കാര്യങ്ങളുണ്ട്. അമ്മയ്ക്ക് ഒരുപാട് ബാധ്യതകൾ, ഒരുപാട് കാര്യങ്ങളുണ്ട്. അമ്മ മുന്നുള്ള കാര്യം നോക്കിക്കോ. അമ്മ എന്തെങ്കിലും പറഞ്ഞാലും കുഞ്ഞ് പറഞ്ഞ ഡയലോഗ് അതൊക്കെ. അമ്മ മുന്നുള്ള കാര്യം നോക്കിക്കോ. ഉണ്ണോൾക്കും എൻ്റെ അച്ഛനമ്മയും ചെയ്താൽ മതി. ഞങ്ങളുടെ കാര്യം നോക്കണ്ട. എപ്പോഴും കുഞ്ഞായാലും ഒറ്റ ഡയലോഗാണ് കുഞ്ഞൻ പറയാം. അതുപോലെ അങ്ങനെ തന്നെ അല്ലേ? പരാതിയിലെ പരിഭവമില്ല.
എന്താ ചെയ്യാ? എന്താ ചെയ്യാ, പരിഭവം പരാതിയൊക്കെ പറയുന്നത് പരാതി നമ്മളെ പറയണവർക്ക് അവസ്ഥ. പറയല്ലേ വേണ്ട, ബാക്കിയുള്ളവരെ ബുദ്ധിമുട്ടൊന്നും ആരും അറിയില്ലല്ലോ. ആർക്കറിയാം. അതാ. ഞങ്ങൾക്ക് ആരോട് പരാതിയുടെ ഒരു പരാതി പരിഭവം ഏ